ആ ഓയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് ഷാനിക്ക. എങ്ങനെയുണ്ടായിരുന്നു ചാലഞ്ച് റൗണ്ട്? അടിപൊളിയായിരുന്നു. ആണോ? ടെൻഷൻ ഉണ്ടായാ? പറ, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യ്. കേറുമ്പോ തന്നെ പേടിച്ചിട്ട് കയറി വന്ന് കുഴപ്പമില്ലാതെ പാടാൻ പറ്റിയെന്ന് തോന്നുന്നു. ചോദിച്ചു നോക്കാം അല്ലേ? ശ്രേയന്റെ എല്ലാ ടെൻഷനും ഇപ്പൊ മാറ്റിത്തരും. അതെ. ഓക്കെ ഷാനിക്ക. ശ്രേയ ആ സർ, നന്നായിട്ട് പാടും. താങ്ക് യു സർ. ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലെ? മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഓം ശ്യാം അബ്ദുൾ സാറാണ്. ഗഫൂർ. അത് ഇത്ര ആലോചിക്കാതെ ഒരു പാട്ടല്ലേ ഉള്ളൂ. ആ ലിറിക്സ് എഴുതിയിരിക്കുന്നത് ബിച്ചു തിരുമല സാറാണ്. പാടിയത് ജാനകി അമ്മ. സിനിമ കാണാമറിയത്ത്. മ്യൂസിക്കോ? മ്യൂസിക് ശ്യാം സാർ പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നോ? നല്ലൊരു പാട്ട്, ഉഗ്രൻ സെലക്ഷൻ ശ്രേയ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ ഈ ശ്രുതി റൗണ്ടിന്റെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ബാക്കി ഓർക്കസ്ട്രേഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ക്ലിക്കിൽ ശ്രുതിയോട് ചേർത്ത് പാടാന്നുള്ളതാണ്. അനുപല്ലവിയിൽ ചരണത്തിൽ വരുമ്പോൾ ശ്രുതിയില്ല, ക്ലിക്ക് മാത്രം. അനുപല്ലവിയിൽ ആ മഞ്ഞു നീരിൽ അല്ലേ, ആ അവിടെ ഒരു പൊടിക്കൊരു റഷ് ഫീൽ ചെയ്തു. കുറച്ചൊരു തിരക്കിട്ട് അത് കുറച്ചൊരു എന്താ പറയുക, ഒരു ടെക്നിക്കൽ അപ്രോച്ച് പോലെ എനിക്ക് തോന്നി. കുറച്ച് റഷ് ഉണ്ടായിരുന്നു അവിടെ. അതുപോലെ തന്നെ കണ്ണാടി ബിംബം, അത് കഴിഞ്ഞിട്ടുള്ള ലൈൻ ഏതായിരുന്നൊരു അതും ഈ പറഞ്ഞ ഒരു ചെറിയൊരു റഷ് ഫീൽ ചെയ്തു. അതെനിക്കൊന്ന് വെറും ക്ലിക്ക് മാത്രം വരുമ്പോൾ നമ്മൾ കൂടുതൽ അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമല്ലോ. അപ്പം അവിടെ ചെറിയൊരു ഓട്ടം ഫീൽ ചെയ്തു. പിന്നെ ചരണത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരായിരം അല്ലേ, അത് പിന്നെ മിന്നാമിനിങ്ങിൻ ചില്ലോളങ്ങളിൽ അവിടെ ചെറിയൊരു അല്ലറ ചില്ലറ പിച്ചൗട്ട് പരിപാടികൾ. ഇത് വേറൊന്നുമല്ല, ഇത് പറയാൻ കാരണം വെച്ചാൽ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചാലഞ്ചാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഒരു ഗ്രൂമിങ് പരിപാടിയായിട്ട് കാണണം. ഈ ശ്രുതിയോട് ചേർത്ത്, ശ്രുതി ഇല്ലെങ്കിലും വിത്ത് ക്ലിക്ക് ശ്രുതിയോട് ചേർത്ത് പാടാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ ഒരു ഹോൾ പ്രോസസ്സ് നിങ്ങളെ എത്തിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ലെസനായിട്ട് കണ്ടാൽ മതി കേട്ടോ. ഇതിങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡൗൺ ആവുമൊന്നും വേണ്ട കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ പഠിക്കാം കേട്ടോ. താങ്ക് യു ഷാനിക്ക. ശരത് സർ. ശ്രേയ സർ, നല്ല സെലക്ഷൻ. താങ്ക് യു സർ. പ്രത്യേകിച്ച് ശ്യാം സാറിൻ്റെ പാട്ടാണ്. നമുക്ക് എല്ലാവർക്കും അത്രയും ഇഷ്ടമുള്ള ഒരു കമ്പോസറാണ് സാർ. എത്ര പാട്ടുകൾ ആ ചെയ്ത പാട്ടുകളെല്ലാം ഹിറ്റാണ് സാറിൻ്റെ. വേറെ ഏതെങ്കിലും അറിയാമോ ശ്യാം സാറിൻ്റെ പാട്ട്? അവിടെ വന്ന് മൈനാകം, ശ്യാമമേഘമേ നീ, എത്ര പാട്ടുകൾ. അത് നോക്കി വയ്ക്കണം. അത് ചോദിച്ചു. ശ്രേയ, ഈ അലസമായ നാണം ഒന്ന് പാടാമോ? അലസമായ നാണം. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ഡൈനാമിക്സ് ആകാമായിരുന്നു തോന്നി. ജാനകിയമ്മ പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഡൈനാമിക്സ് നന്നായിട്ട് തന്നെ പാടിച്ചതായ അത് കുറച്ചും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ബ്യൂട്ടിഫുൾ ആയേനെ. ഇപ്പോഴും നന്നായിട്ടുണ്ട് അത് വന്ന് ചേർന്നതുമൊക്കെ. ഇറ്റ്സ് ഓക്കെ. ഈ ഒരു പ്രോഗ്രാമിന് ഇപ്പോൾ ശ്രേയയുടെ അമ്മയുണ്ടായിരുന്നല്ലേ, അതെവിടെയായിരുന്നു? ചാലശ്ശേരി. അവിടെ ഇരുന്നിട്ട് അതിശയരാഗം പാടാൻ പറഞ്ഞു എൻ്റെ അടുത്ത് അല്ലേ. ഇതൊരു സ്വഭാവം, ഇതൊക്കെ ദൈവം പൊറുക്കുമോ? എടീ, അത് ഞാൻ പാടി കേൾപ്പിക്കുകയും ചെയ്തില്ലേ. അയ്യോ, ഇത് കരയാണോ? എടാ, ഇത് നല്ലതാണ് പറയുന്നത്. ഇത് എന്തൊരു പാടാന്ന് പറയും. ഇപ്പം എന്തെങ്കിലും ഞാൻ ബോറായിട്ട് പറഞ്ഞു ഇതില്, എൻ്റെ ശബ്ദം ഇനി ഇങ്ങനെയാ. കുറച്ച് ടഫാണ്, വളരെ കൂളായിട്ടാണ്. ഇത്ര ടഫ് ഒന്നും അല്ല. ചില പാടി നന്നായിട്ട് തന്നെ പാടി. പിന്നെ ജാനകിയമ്മയുടെ ഒരു നാച്ചുറൽ ഡൈനാമിക്സും കൂടെ കിട്ടിയിരുന്നു. വാവ് എന്ന് പറഞ്ഞാൽ അത്ര അല്ല, വേറൊന്നും. നന്നായിട്ട് തന്നെ പാടി, നല്ല സുഖമുണ്ടായിരുന്നു കേൾക്കാൻ. പിന്നെ അമ്മയുടെ അടുത്ത് പറഞ്ഞേക്കുക, ഇനി മേലാൽ വേദികളിൽ ഒരു പാട്ട് റിക്വസ്റ്റ് ചെയ്യരുതെന്ന് കേട്ടോ. താങ്ക് യു സർ. ചേച്ചി ശ്രേയ ഭാനു. ചേച്ചി സൂപ്പർ ആയിരുന്നു. താങ്ക് യു ചേച്ചി. നന്നായി പാടി മോളെ. എനിക്ക് ഈ പാട്ട് ഞാൻ എഴുതി വെച്ച എല്ലാ കാര്യങ്ങളും തന്നെ ഇവർ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇനി അത് വീണ്ടും എടുത്ത് പറയുന്നില്ല. എനിക്ക് തോന്നിയത് മോള് ആ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എക്സ്പ്രഷനൊക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ടെൻഷൻ മാറ്റാൻ വേണ്ടി ചിരിക്കണേ. അത് നമ്മള് ഈ പ്ലേസ്മെന്റ് ഈ ചുണ്ടിങ്ങനെ വെക്കുമ്പോഴത്തേക്ക്
ചിലപ്പോൾ കുറേ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ പാട്ട് പരന്നു പോകും. അപ്പം അത് ഒരുപാട് അങ്ങനെ ചെയ്യാണ്ട് ശ്രമിക്കണം കേട്ടോ. അതിനൊരു അളവ് വെക്കണം. അതൊന്ന് മോള് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കണം. എനിക്ക് അത് മാത്രമേ തോന്നിയിട്ടുള്ളൂ. പിന്നെ ഒരുപാട് കാറ്റ് കയറി വരുന്നുണ്ട് ശബ്ദത്തിൽ, സൂക്ഷിക്കണം. അത് സൂക്ഷിക്കണം. കൂടുതൽ കയറി വരുംതോറും ശബ്ദത്തിന് അത് ഹാനികരമാണ്. അതുകൊണ്ട് മോൾ അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അതല്ലാതെ നന്നായി പാടി, നല്ല പാട്ട് സെലക്ഷൻ എല്ലാം കൊണ്ടും നന്നായി, നല്ല സുന്ദരിയായിട്ടുണ്ട് കാണാൻ. ഇനി കരയരുത് ഇവിടെ വന്നിട്ട്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ഷാനിക. ശ്രേയ ആ സർ 8.5. താങ്ക് യു ഷാനിക. ശരത് സർ. ചക്കര 8.7 മാർക്സ്. താങ്ക് യു ശരത് സർ. ചേച്ചി. ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരു നല്ല ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. താങ്ക് യു ചേച്ചി. ഓക്കെ, സോ ടോട്ടൽ 17.2. ഓക്കെ, ബൈ.